ഹായ് ഹലോ മക്കളെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ എന്നെ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. ഇന്ന് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നടന്നത് എന്ന് നോക്കാം. ശിവൻ പുതിയ ബിസിനസ് നടത്താൻ പോകുന്നു എന്ന് കേട്ടറിഞ്ഞപ്പോൾ ബാലേട്ടന് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. ബാലേട്ടനെ എതിർത്താലും ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് ശിവൻ ഇറങ്ങിപ്പോയി. വീട്ടിൽ നടന്നതെല്ലാം ബാലൻ വന്ന് കടയിൽ വെച്ച് ശത്രുവിനോട് പറയുന്നത് വരെയും ആയിരുന്നല്ലോ ഇന്നലത്തെ എപ്പിസോഡ്. ചായക്കട എന്ന് പറഞ്ഞപ്പോൾ ശത്രുവിനും ഒരു പുച്ഛഭാവമായിരുന്നു. എന്നോടുള്ള വാശിക്കാണ് അവൻ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അവൻ ഈ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ തെറ്റും എന്ന് ബാലൻ ശത്രുവിനോട് പറയുന്നു. അതിനുശേഷം സൂസനെ വിളിച്ചു വരുത്തി സംസാരിക്കുന്നുണ്ട്. ബാലേട്ടന് എതിർപ്പാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കട ഞാൻ തിരിച്ചു വാങ്ങാം എന്ന് സൂസൻ പറഞ്ഞു. താൻ കാരണം ഇനിയൊരു പ്രശ്നം ശിവനും ബാലനും ഇടയിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് സൂസൻ അങ്ങനെ പറഞ്ഞത്. ഇനി അതിൻ്റെ ആവശ്യമില്ല, നോക്കട്ടെ, ഞാൻ എവിടെ വരെ പോകും എന്ന അർത്ഥത്തിൽ ബാലൻ സംസാരിക്കുന്നു. കട പൊട്ടി ശിവൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബാലനും. വീട്ടിൽ ഹരി ഭയങ്കര സന്തോഷത്തിലാണ്. ഓഫീസ് തുടങ്ങാനുള്ള ആദ്യത്തെ തുക മഞ്ജിമ നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പുവിനും അത് കേട്ട് സന്തോഷമായി. അപ്പു ഇപ്പോൾ പഴയതുപോലെയല്ല, വളരെ പക്വതയോടെ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു. അതിൽ ഹരി ഭയങ്കര സന്തോഷവാനാണ്. അഭിമാനത്തോടെയും അല്പ റൊമാൻസോടെയും അപ്പുവിനെ നോക്കിയിരിക്കുന്നതെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. അപ്പുറത്തെ മുറി ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശിവൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് വെച്ച് നോക്കിയാൽ ചേട്ടാനിമാർ തെറ്റിപ്പിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അനിയന്മാരെ നോക്കണേ, ബാലന് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ശിവൻ ബാലനോടുള്ള പ്രതികാരം ചെയ്യുകയാണെന്ന് അമ്മയും പറയുന്നു. അത് കേട്ടുകൊണ്ടാണ് ബാലൻ വരുന്നത്. ഇങ്ങനെ പോയാൽ അവൻ്റെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടില്ല. അവൻ്റെ വഴി, എനിക്കെൻ്റെ വഴി എന്ന് ബാലനും പറഞ്ഞു. അതേസമയം ശിവൻ തൻ്റെ സ്വപ്നവുമായി മുന്നോട്ട് പോവുകയാണ്. ശങ്കരൻ വന്ന് ശിവനെ കണ്ട് സംസാരിച്ചു. കുറച്ച് കാശും അനുഗ്രഹം നൽകിയിട്ടാണ് പോകുന്നത്. ബാലനെ സങ്കടപ്പെടുത്തരുത് എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഒരു പാട്ട് രംഗമാണ്. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണോ ഈ വിധമാകെ എന്ന പാട്ടിനോടൊപ്പം ബാലൻ സങ്കടപ്പെട്ടിരിക്കുന്നതും ശിവൻ അടുത്തേക്ക് വരുമ്പോൾ മുഖം ഏറ്റുവെച്ച് നടക്കുന്നതെല്ലാം കാണാം. പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചാണ് ബാലൻ സങ്കടപ്പെടുന്നത്. ശിവൻ ഹോട്ടൽ മിനുക്കിയെടുക്കി സെറ്റപ്പാക്കി. രാത്രി മാവിൻ ചുവട്ടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ബാലൻ്റെ അടുത്ത് വന്ന് സന്തോഷത്തോടെ, നാളെയാണ് വല്യേട്ട കടയുടെ ഉദ്ഘാടനം, ഏട്ടൻ വന്ന് അത് നടത്തിത്തരണം എന്നാണ് തൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. നാളെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, വരാൻ പറ്റില്ല എന്ന് ബാലൻ പറഞ്ഞു. ഏട്ടനോട് ചോദിക്കാതെ ചെയ്തതിൻ്റെ ദേഷ്യമാണെങ്കിൽ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റും എന്ന് ശിവൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, ഇനി ഏത് ഡേറ്റിന് വെച്ചാലും ഞാൻ വരില്ല, എനിക്കതിനോട് താല്പര്യമില്ല എന്ന് ബാലൻ തർപ്പിച്ചു പറഞ്ഞു. എൻ്റെ അവസ്ഥ ഏട്ടൻ മനസ്സിലാക്കണം. എല്ലാവർക്കും മുന്നിലും അപമാനിക്കപ്പെട്ടവനാണ് ഞാൻ. തോറ്റുകൊടുത്തിട്ടേയുള്ളൂ. ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഏട്ടനോടുള്ള വാശിയോ ദേഷ്യമോ അല്ല എന്ന് നിസ്സഹായനായി ശിവൻ പറഞ്ഞിട്ടും ബാലൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നിന്റെ തീരുമാനം ശരിയാണെന്ന് നീ തെളിയിക്ക്, എന്നിട്ട് ഞാൻ കടയിലോട്ട് വരാം എന്നായി ബാലൻ. സ്തംഭിച്ചു നിന്നു പോയ ശിവനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പറഞ്ഞയച്ച് ബാലൻ സങ്കടത്തോടെ അവിടെ ഇരുന്നു. അതുവരെയാണ് നമ്മുടെ ഇന്നത്തെ സാന്ത്വനം എപ്പിസോഡ്.